حي على الفلاح. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് കഴിവിൻ്റെ പരമാവധി നമ്മുടെ എല്ലാം ജീവിതം, അത് രഹസ്യ ജീവിതമാണെങ്കിലും പരസ്യ ജീവിതമാണെങ്കിലും കഴിയുന്നത്ര വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം എന്നാമുഖമായി എല്ലാവരെയും ഇസ്ലാമിൻ്റെ പേരിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അവൻ്റെ തൃപ്തി നേടിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് അഥവാ ആ മയ്യത്തിന് എന്താണ് ചെയ്യേണ്ടത്, അവനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, ഖബറടക്കം ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വിശുദ്ധ ഇസ്ലാം മാത്രമായിരിക്കും മരണാനന്തര ക്രിയകളെക്കുറിച്ച് ഇത്ര വിശദമായ രീതിയിൽ മനുഷ്യരെ പഠിപ്പിച്ചത് ഇസ്ലാം മാത്രമായിരിക്കും. കാരണം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലേക്കും ഇസ്ലാം വെളിച്ചം വീശിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു മനുഷ്യന്റെ
അവസാനം നന്നാകുവാൻ വേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളെ കുളിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരാളും ഈ ഖുതുബ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്കതിന് കഴിയില്ല എന്ന് പറയാൻ പാടില്ല. സാധാരണ ഒരു മനുഷ്യനെ കുളിപ്പിക്കുന്നത് പോലെ, എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കർമ്മമാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത്. അതിന് സമൂഹത്തിൽ പ്രത്യേകം ആളെ നിശ്ചയിച്ച് അല്ലെങ്കിൽ അവര് വരാൻ കാത്തു നിന്ന് മയ്യത്തിനെ ദീർഘിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എല്ലാവർക്കും അത് നിർവഹിക്കാവുന്നതാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം മരണാനന്തര കർമ്മങ്ങളിൽ എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ പരാമർശങ്ങളില്ല. പിന്നെ നാം അവനെ മരിപ്പിച്ചു, പിന്നെ നാം അവനെ കബറടക്കി എന്ന് മാത്രമാണ് ഖുർആനിൽ അതിനെ സംബന്ധിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ് ഈ മരണാനന്തര ക്രിയകളെ കുറിച്ച് കൂടുതലായ പരാമർശങ്ങൾ അല്ലെങ്കിൽ മുഴുവനായ പരാമർശങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിരാകരിക്കുന്ന, പ്രവാചകന്റെ ഹദീസുകളും നമുക്ക് ആവശ്യമില്ല, അള്ളാഹുവിന്റെ ഖുർആൻ മാത്രം ഉണ്ടായാൽ മതി എന്ന് വാദിക്കുന്ന, എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മരണപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഖുർആനിൽ ഒന്നും കാണാൻ സാധ്യമല്ല. അവനെ കുളിപ്പിക്കണോ, അവനെ കഫൻ ചെയ്യണോ, അതിനെ നമസ്കരിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നമസ്കരിക്കേണ്ടത്, ഇതൊന്നും വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായ പരാമർശങ്ങൾ കാണുക സാധ്യമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ മാത്രം പ്രമാണമായി സ്വീകരിച്ചാൽ മതി എന്ന വാദം ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണവും ഒരു നാൽക്കാലിയുടെ മരണവും ഒരുപോലെയാണെന്ന് പറയേണ്ടി വരും. കാരണം ആ നാൽക്കാലി മരിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിടുന്നു നമ്മൾ. അതേപോലെയാണ് എന്ന് വരേണ്ടി വരും. ഒരിക്കലും അങ്ങനെയല്ല ഇസ്ലാം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ മനുഷ്യന്റെ മരണം ഉറപ്പുവരുത്തുകയാണ്. മരിച്ച മനുഷ്യനെ കുളിപ്പിക്കാൻ കഴിയുള്ളൂ. പല പത്രവാർത്തകൾ നമ്മൾ വായിച്ചതാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്തിന് അനക്കമിടുന്നു, എന്നിട്ട് മയ്യത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു, അല്ലെങ്കിൽ മോർച്ചറികളിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് കിടത്തിയ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ സ്വപ്നലോകത്തല്ല, യാഥാർത്ഥ്യത്തിൽ തന്നെ കാണാൻ കഴിയും. അവർ വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരു മയ്യത്ത് ആയി എന്നൊരു മനുഷ്യനെ ഉറപ്പിക്കണമെങ്കിൽ അയാളുടെ മരണം ഉറപ്പിക്കണം. അതിൽ പണ്ഡിതന്മാർ പല അടയാളങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രീയമായി കൂടുതൽ നമുക്കതിന് മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും ശരി, ആ മനുഷ്യനെ മറമാടുന്നതിന് മുമ്പ് കുളിപ്പിച്ച് കഫൻ ചെയ്യുക എന്നുള്ളത് മുഴുവൻ വിശ്വാസികളുടെ മേലും ഫർദ് കിഫയായിട്ടുള്ള ഒരു നിർബന്ധ ബാധ്യതയാണ്. അഥവാ ആ മനുഷ്യന്മാരിൽ അവിടെ ജീവിക്കുന്ന നാട്ടുകാരിൽ ആരെങ്കിലും കുറച്ചാളുകൾ ആ കർമ്മം നിർവഹിച്ചാൽ എല്ലാവരും അതിന്റെ കുറ്റത്തിന് ഒഴിവാകും. അതേസമയം ആരും അതിനെ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ എല്ലാവരും ആ കുറ്റത്തിൽ പങ്കാളികളാകുന്നതാണ് ഫർദ് കിഫ എന്ന് പറഞ്ഞാൽ. വ്യക്തി നിർബന്ധമല്ല, നേരെ സാമൂഹിക ബാധ്യതയായിക്കൊണ്ടാണ് ഇസ്ലാം അത് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞ മനുഷ്യനെ കുളിപ്പിക്കുകയും ആ മനുഷ്യനെ മറമാടുകയും അവന് വേണ്ടി ഖബർ കുഴിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്, അവന് വേണ്ടി കഫൻ കുടവ ഒരുക്കി കൊടുക്കുക, അവനെ കഫൻ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം പുണ്യമുള്ള കർമ്മമാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഗസ്സല മുസ്ലിമൻ ഫകതമ അലൈഹി ഗഫറല്ലാഹു ലഹു 40 മറ. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമായ മനുഷ്യനെ മയ്യത്ത് കുളിപ്പിക്കുകയും എന്നിട്ട് ആ മയ്യത്തിൽ അയാൾക്ക് പ്രകടമായിട്ടുള്ള ന്യൂനതകൾ, അഥവാ ഒരു മയ്യത്താകുമ്പോൾ ചിലപ്പോൾ രോഗം കൊണ്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറാ രോഗങ്ങൾ കൊണ്ടോ ശരീരത്തിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മുറിവുകളോ പിന്നെ ന്യൂനതകളോ അയാൾ കണ്ടേക്കാം. ആ ന്യൂനതകൾ ആളുകളോട് പറയാതെ മറച്ചു വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗഫറല്ലാഹു ലഹു 40 മറ,
40 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും ചടങ്ങല്ല, പടച്ചറപ്പിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന ഒരു കർമ്മമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, വമൻ ഹഫറ ലഹു ഫഅജന്നഹു ഉജ്രി അലൈഹി കഅജ്രി മസ്കനി അസ്കനഹു ഇയ്യാഹു ഇലാ യൗമിൽ ഖിയാമ. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യന് വേണ്ടി ഖബർ കുഴിക്കുന്നു, എന്നിട്ട് ഖബറിൽ അവൻ ഇറക്കി വെച്ച് അതിൽ മറമാടിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാൾ താമസിപ്പിച്ചതിന്റെ കൂലി അവൻ ഖിയാമത്ത് നാൾ വരെ എപ്രകാരം കിട്ടിക്കൊണ്ടിരിക്കുമോ അങ്ങനെ അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഒമൻ കഫനഹു, ഇനി ആരെങ്കിലും ഒരു മുസ്ലിമിനെ കഫൻ ചെയ്താൽ കസാഹു അല്ലാഹു യൗമൽ ഖിയാമ മിൻ സുന്ദുസിൻ വഇസ്തബർഖിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പരുത്തതും അതുപോലെ തന്നെ നേർത്തതുമായ പട്ടുവസ്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരലോകത്ത് ധരിപ്പിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ കഫൻ ചെയ്യുക എന്നുള്ളതും ഒരു മനുഷ്യനെ കുളിപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അവനെ മറമാടുക എന്നുള്ളതും ഇതൊക്കെ വളരെ പുണ്യകരമായ കർമ്മമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയാൻ മുസ്ലിം സമൂഹത്തിൽ ഖബർ കുഴിക്കാൻ വേണ്ടി കുഴിയന്മാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക സമുദായം മുമ്പുള്ള കുറച്ചൊക്കെ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും ചില സ്ഥലങ്ങളിലേക്ക് അത് അങ്ങനെ തന്നെ ഉണ്ട്. കുഴിയന്മാരായ ആളുകൾക്കും അതുപോലെ തന്നെ ബാർബർമാരായ ആളുകൾക്കും ഉള്ളിലെ പള്ളിയിലേക്ക് പ്രവേശനമില്ലാത്തൊരു കാലഘട്ടം കേരളത്തിൽ കഴിഞ്ഞുപോയി. ലക്ഷദ്വീപുകൾ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ഒരു അറബിക്ക് അനറബിയേക്കാളും അതുപോലെ തന്നെ കറുത്തവന് വെളുത്തവനേക്കാളും ഒരു മഹത്വവുമില്ല. ഇല്ലാ ബിത്തഖ്വ എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ ആളുകൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ജാതി എന്ന് പറഞ്ഞുകൂടെങ്കിലും ഒരു വേർതിരിവ് ഇന്ന് കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ നിലനിൽക്കുന്ന നാടുകളുണ്ട്. ഇസ്ലാം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ഖബർ കുഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആരെങ്കിലും ഒരു കുത്തകയായി വെക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ പൂർണ്ണമായി പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം അതിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ പ്രാഥമികമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മരിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് അല്ലെങ്കിൽ അതിന്റെ ശരീരത്തോട് കാണിക്കുന്ന ആദരവുകളും ബഹുമാനങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ഒരു മയ്യത്തിനോട് കാണിക്കണം. അതിന് വേദനയാവുകയില്ലല്ലോ എന്ന് വിചാരിച്ച് എടുത്തിടാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്ന കസ്റ അലമിൽ മുഅ്മിൻ മയ്യിതൻ മിസ്ല കസ്റുഹു ഹയ്യൻ. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ എല്ല് പൊട്ടിക്കുന്നത് എപ്രകാരം കുറ്റകരമാണോ, അല്ലെങ്കിൽ എത്രമാത്രം വേദന വലിയ കാര്യമാണോ, അതുപോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാലും മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലുകളും അതുപോലെ തന്നെ അവന്റെ സന്ധികളും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളും തന്നെയാണ് ഏറ്റവും നല്ലത്. ഭാര്യ ഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാം. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാൻ, റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീയ ഫവജദനി. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബഖീയിൽ നിന്ന് മടങ്ങി വന്നു. അപ്പോൾ ഫവജദനി വഅന അജിദു സുദാഅൻ ഫി റഅസി, എന്റെ തലയിൽ നല്ല തലവേദനയുണ്ട്. അപ്പോൾ വഅന അഖൂൽ വറഅസ, അല്ല എന്റെ തല എന്ന് പറഞ്ഞുകൊണ്ട്, ഓ എന്റെ തല എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ തലവേദന സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരാതി പറയുകയാണ്. ഫഖാല ബൽ അന യാ ആയിഷ വയാ റഅസ, ആയിഷ നിനക്ക് മാത്രമേ എനിക്കും തലവേദനയുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. എന്നിട്ട് സുമ്മ ഖാല, പ്രവാചകൻ ആയിഷ ബിയോട് പറഞ്ഞു, മാ മറക്കിലു മുത്തി ഖബ്ലി, ആയിഷ നീ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഖുംതു അലൈക്കി, ഞാൻ നിന്റെ കാര്യങ്ങൾ മുഴുവൻ നിർവഹിക്കും. വഗസ്സൽതുക്കി, ഞാൻ നിന്നെ കുളിപ്പിക്കും. വകഫൻതുക്കി, ഞാൻ നിന്നെ കഫൻ ചെയ്യും. വസല്ലൈതു അലൈക്കി, ഞാനാണ് നിനക്ക് ഇമാമത്ത് നമസ്കരിക്കുക. വദഫൻതുക്കി, ഞാൻ തന്നെ നിന്നെ മറമാടുകയും ചെയ്യും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിനെ അവരെ കുളിപ്പിക്കാം, അവരെ കഫൻ ചെയ്യാം, അവരെ മറമാടാം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽപ്പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഭാര്യമാർക്ക് തിരിച്ചു ഭർത്താക്കന്മാരെയും കുളിപ്പിക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞ ഹദീസിൽ കാണാം, ലൗ ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു മാ അസ്സല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു നിസാഇഹി. ഞാൻ പിന്നീട് മനസ്സിലാക്കിയ കാര്യം ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഭാര്യമാരല്ലാതെ കുളിപ്പിക്കുമായിരുന്നില്ല. പ്രവാചകനെ കുളിപ്പിച്ചത് അവിടുത്തെ ഭാര്യമാരെല്ലാം ശേഷം ശരിക്കാം. അലിയും അബ്ബാസും അതുപോലെ തന്നെ ഫദലും ഉസാമ റളിയല്ലാഹു അൻഹു പോലുള്ള പുരുഷന്മാരാണ്.
പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഞാൻ അത് ആദ്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഭാര്യമാരില്ലാതെ കുളിപ്പിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാം. ഇനി മാത്രവുമല്ല, അവർക്ക് പ്രത്യേകമായി കൊണ്ട് വസിയത്ത് ചെയ്യാം. ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു പറയുവാൻ, തഖ്സീലുൽ മർഅതി സൗജഹ, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയെ ഭർത്താവ് കുളിപ്പിക്കുക എന്നുള്ളത് ലാ ബഅസ ബിഹി, അതിനൊരു കുഴപ്പവുമില്ല. ഇൻകാനത്ത് ഖബീറത്തൻ ബിദാലിക, ഭർത്താവ് മരിച്ചാൽ ഭാര്യയും ഭാര്യ മരിച്ചാൽ ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കുക. പക്ഷെ അതിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വിവരം ഉണ്ടാകണം. അല്ലെങ്കിൽ ഭർത്താവായി എന്നുകൊണ്ട് മാത്രം കുളിപ്പിക്കാൻ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ ഭാര്യ ആയതുകൊണ്ട് മാത്രം കുളിപ്പിക്കാൻ കഴിഞ്ഞോളന്നില്ല. നേരെ മറിച്ച് ഇൻകാനത്ത് ഖബീറത്തൻ ബിദാലിക്, ആ ഭാര്യ അതിനെ സംബന്ധിച്ച് മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഖബീറത്തായിരിക്കണം. കാരണം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സൗജത്തുഹു ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആണ് കുളിപ്പിച്ചത്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അവരുടെ ഭാര്യയായിരുന്ന അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയാണ് അവരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുളിപ്പിച്ചത് എന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാർക്കാണെങ്കിൽ കുളിപ്പിക്കാം, അതിന് വിരോധമില്ല. എന്നാൽ വഅമ്മാ ഗൈറു സൗജത്തി, ഭാര്യയല്ല അഥവാ മരിച്ചതൊരാണാണ്, എന്നാൽ കുളിപ്പിക്കുന്ന ഭർത്താവല്ല ഉമ്മയാണ്, അതല്ലെങ്കിൽ പെങ്ങളാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയാണ്, അതൊരിക്കലും പാടില്ല എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാൻ അധികാരമുള്ളത്. അതല്ലാതെ ഉമ്മ മരിച്ചാൽ അല്ലെങ്കിൽ മകൻ മരിച്ചാൽ ഉമ്മക്ക്, പ്രായപൂർത്തിയായ മകനാണെങ്കിൽ ഉമ്മക്ക് കുളിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പ്രായപൂർത്തി ഒരു പിതാവാണെങ്കിൽ ആ പിതാവിനെ മകൾക്ക് കുളിപ്പിക്കാൻ പാടില്ല. ആ പെണ്ണ് അല്ലെങ്കിൽ ആ പുരുഷനുമായി കൊണ്ടുള്ള എത്ര മഹറമായ എത്ര അടുത്ത ബന്ധമാണെങ്കിലും ശരി, ഭാര്യ ഭർത്താക്കന്മാർക്കല്ലാത്തവർക്ക് അതിന് അധികാരമില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയാത്ത മയ്യത്തുകൾ ഉണ്ടാകാം, കത്തിക്കരിഞ്ഞു പോയ മയ്യത്തുകൾ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റി വെള്ളം തൊടിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മയ്യത്തുകൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള മയ്യത്തുകളാണെങ്കിൽ കുളിപ്പിക്കേണ്ടതില്ല. കാരണം കുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് മയ്യത്തിനെ അത് വികൃതമാക്കുകയും അല്ലെങ്കിൽ അത് ഒരുപാട് ഉപദ്രവങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് മയ്യത്തിന് കുളിയുടെ പകരമായി കൊണ്ട് തയമ്മ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഈ രീതിയിലാണ് ഇസ്ലാം അതിനെ കൃത്യമായി കൊണ്ട് കാണുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹജ്ജിന്റെ സന്ദർഭത്തിലും അതുപോലെ തന്നെ ഇസ്ലാമിക യുദ്ധക്കളത്തിൽ വെച്ച് രക്തസാക്ഷിയായി മരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആ രക്തസാക്ഷിയായ മനുഷ്യനെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി കൊണ്ട് കഫൻ ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. ആ മനുഷ്യന് അങ്ങനെ തന്നെ മറമാടിയാൽ മതി. അഥവാ യുദ്ധരംഗത്ത് യുദ്ധക്കളത്തിൽ വെട്ടേറ്റ് വീട് മരണപ്പെട്ട മനുഷ്യനാണെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിന്റെ രണ്ടാംഘട്ടത്തിൽ നടന്ന സംഭവം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല ഉഹുദിൻ അഹദിൻ ഫീ തൗബിൻ വാഹിദ്, ഉഹുദ് യുദ്ധത്തിലെ മരണപ്പെട്ട 70ഓളം മുസ്ലിമീങ്ങൾ അന്ന് ഷഹീദായിട്ടുണ്ട്. ആ 70ഓളം മുസ്ലിമീങ്ങളെ എല്ലാവരെയും ഓരോ കബർ കുഴിച്ച് ഓരോരുത്തരും പ്രത്യേകമായി കൊണ്ട് കഫൻ ചെയ്ത് മറമാടുക എന്നുള്ള മുസ്ലിമുകളെ സംബന്ധിച്ച്, ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കഫൻ പുടവയിൽ തന്നെ അല്ലെങ്കിൽ അവരെ മറമാടാൻ വേണ്ടി ഒന്നിലധികം മയ്യത്തുകൾ ഒരു വസ്ത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്ത് അവരെ കെട്ടി. എന്നിട്ട് എന്നൊരു പ്രവാചകൻ ചോദിച്ചു, അയ്യുഹുമ അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, എന്നൊരു പ്രവാചകൻ അവരെ ഖബറിലേക്ക് ഇറക്കി വെക്കണം. അവരെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി കൊണ്ട് അവർക്ക് വേണ്ടി നമസ്കരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ റസൂൽ ചോദിച്ചു, അയ്യുഹുമ അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഈ രണ്ട് മയ്യത്തുകളിൽ ആരാണ് കൂടുതൽ ഖുർആൻ പഠിച്ച ആളുകൾ ആരാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. രണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ മയ്യത്തുകളാണ്. ആ രക്തസാക്ഷികളായ മയ്യത്താണെങ്കിലും അവർക്കിടയിലുള്ള ശ്രേഷ്ഠത എന്താണ്? ആര് കൂടുതൽ ഖുർആൻ പഠിച്ചു എന്നുള്ളതാണ്. ആര് വലിയ പണക്കാരനാണ്, വലിയ തറവാട്ടുകാരനാണ്, അല്ലെങ്കിൽ എത്ര കാലത്ത് ഇസ്ലാമിന് ഒരു പാരമ്പര്യമുണ്ട്, ഇതൊന്നുമല്ല ഇസ്ലാം അവിടെ പരിഗണനീയമാക്കുന്നത്. നേരെ മറിച്ച് ആരാണ് അത് കൂടുതൽ ഖുർആൻ പഠിച്ചത്, ആരാണ് അള്ളാഹുവിന്റെ ദീൻ കൂടുതൽ പഠിച്ചത്. അങ്ങനെ
ആരാണോ ആദ്യമായി കൊണ്ട് ഖുർആൻ പഠിച്ചത്, കൂടുതൽ ഖുർആൻ പഠിച്ചത്, അവന് ആദ്യം ഇറക്കി വെക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മറ്റേ ആൾ ഇറക്കി വെക്കും. ഇങ്ങനെയാണ്. അഥവാ വിശുദ്ധ ഖുർആൻ പഠിച്ച ആളുകൾക്കാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ദീനുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കാണ് ഏത് രംഗത്തും മുൻഗണന. നിസ്കാരത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഖുർആൻ പഠിച്ചവരാ മുമ്പിൽ നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ അവിടെയും ഖുർആൻ പഠിച്ചവർക്കാണ് മുൻഗണന. പരലോകത്ത് വരുമ്പോഴും അവർക്ക് തന്നെയാണ് മുൻഗണന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർഗത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആളുകൾക്ക് അവിടെ മുൻഗണന കിട്ടും. പക്ഷേ ഷഹീദാണെങ്കിൽ അവരെ കുളിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവർ പ്രത്യേകമായി കൊണ്ട് അവർക്ക് വേണ്ടി നമസ്കരിക്കുകയോ ചെയ്യേണ്ടതില്ല. അതേ സമയത്ത് യുദ്ധരംഗത്ത് പരിക്ക് പറ്റി വീട്ടിൽ നിന്നാണ് മരണപ്പെട്ടത്, യുദ്ധത്തിൽ ഏറ്റ പരിക്ക് കൊണ്ടാണ് അയാൾക്ക് ഷഹീദാകാനുള്ള കാരണമെങ്കിൽ ആ ഷഹീദിന് ഇത് ബാധകമല്ല. അയാളെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നമസ്കരിക്കുകയും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടിടം വീണ് മരിച്ചാൽ അയാൾ ഷഹീദാണ്. പക്ഷെ ആ ഷഹീദും യുദ്ധക്കളത്തിൽ വെട്ടേറ്റ് വീണ് മരിച്ച ഷഹീദും ഒരുപോലെയല്ല. യുദ്ധക്കളത്തിൽ വെട്ടേറ്റ് വീണ ആ ഷഹീദിന് മാത്രമാണ് അയാളെ കുളിപ്പിക്കുകയോ അതല്ലെങ്കിൽ പ്രത്യേകമായി കൊണ്ട് കഫൻ ചെയ്ത് നമസ്കരിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നത് യുദ്ധക്കളത്തിൽ വെട്ടേറ്റ് വീണ ആ മയ്യത്തിന് മാത്രം. നേരെ മറിച്ച് യുദ്ധക്കളത്തിൽ പരിക്ക് പറ്റി വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് മരണപ്പെടുന്നതെങ്കിൽ ആ മനുഷ്യനെ സാധാരണ ഒരു മനുഷ്യനെ ചെയ്യുന്ന പോലെ തന്നെയാണ് മറമാടേണ്ടത് എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇഹ്റാമിന്റെ സന്ദർഭത്തിലാണ് മരിച്ചതെങ്കിൽ ഹജ്ജിന്റെ സന്ദർഭത്തിൽ മരണപ്പെട്ടാൽ ആ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ തല മൂടാതെ മുഖം മൂടാതെയാണ് മറവ് ചെയ്യേണ്ടത്. കാരണം ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ, അവൻ തൽബിയത്ത് ചെല്ലുന്നവനായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കാൻ നമുക്ക് ആകെ വേണ്ട ഒരു ക്വാളിറ്റി എന്താ ചോദിച്ചാൽ, ഒന്ന് മുസ്ലിം ആകണം. മുസ്ലിമിന്റെ മയ്യത്ത് മുസ്ലിമാ കുളിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ നമുക്ക് പ്രായപൂർത്തി അല്ലെങ്കിൽ തമീസ് ഉണ്ടാകണം. മറ്റു ചെറിയ കുട്ടികളാകാൻ പാടില്ല. അക്കലുണ്ടാകണം, ബുദ്ധി ഉണ്ടാകണം, അമാനത്ത് ഉണ്ടാകണം. അമാനത്ത് എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിന്റെ വല്ല ന്യൂനതകളും അയാൾ വേറെ ആരോടെങ്കിലും പറഞ്ഞു പ്രചരിപ്പിക്കുമെന്നുണ്ടെങ്കിൽ, കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉൾവശത്തുള്ളത് എന്താണ്, ആരും കുപ്പായും പാന്റും ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഉൾഭാഗം പലപ്പോഴും ആളുകൾ കാണുകയില്ല. പക്ഷെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാണാൻ ഇടയുണ്ട്. അങ്ങനെ കാണാൻ ഇട വന്നാൽ അത് ആളുകളോട് പറയുന്ന ആളുകളെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റില്ല. ഒരു വിശ്വാസിയുടെ ന്യൂനതകളും അതൊക്കെ മറച്ചു വെക്കുന്ന രീതിയിലായിരിക്കണം ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യനാണെങ്കിൽ ആർക്കും ഒരു വിശ്വാസിയുടെ മയ്യത്ത് കുളിപ്പിക്കാം. ഇനി എനിക്ക് എന്റെ മയ്യത്ത് എന്റെ ഭാര്യ കുളിപ്പിക്കണം അല്ലെങ്കിൽ മക്കൾ കുളിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ വസിയത്ത് ചെയ്യാവുന്നതാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് വസിയത്ത് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുളിപ്പിച്ചത്. ഞാൻ മരിച്ചാൽ നീ എന്നെ കുളിപ്പിക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് വസിയത്ത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ ഖാദിമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ മുഹമ്മദ് ബിൻ സീരീൻ എന്ന് പറയുന്ന താബിഈകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായ മുഹമ്മദ് ബിൻ സീരീൻ അദ്ദേഹമാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തിരുന്നു എന്ന്. അപ്പൊ വസിയത്ത് ചെയ്യാൻ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് അവിടുത്തെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ്. അഥവാ പുറത്തുള്ള ആളുകൾ നമ്മുടെ വാപ്പാനെയും നമ്മുടെ ഉമ്മാനെയും അല്ലെങ്കിൽ നമ്മുടെ മക്കളെയും ഒക്കെ കുളിപ്പിക്കാതിരിക്കാൻ നല്ലത് നമ്മുടെ കുടുംബത്തിൽ തന്നെ അലകാ മയ്യത്തുമായി കൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് കുളിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിച്ചത് അലി ഇബ്നു അബീ ത്വാലിബാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റസൂലുള്ളാഹിക്ക് രണ്ട് നിലക്കുള്ള ബന്ധമുണ്ട്. ഒന്ന് അബൂ താലിബിന്റെ മകനാണ് അലി ഇബ്നു അബീ ത്വാലിബ്, മൂത്താപ്പാന്റെ മകനാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മരുമകൻ കൂടിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് മറ്റൊന്ന്, റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്. ഫദ്ൽ റളിയല്ലാഹു അൻഹു മറ്റൊന്ന്, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയാണ്. അതുപോലെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വളർത്തുപുത്രനാണ്. അതേപോലെ തന്നെ സാലിഹ് റസൂലുള്ളാഹിന്റെ മൗലിയാണ്, റസൂലുള്ളാഹി മോചിപ്പിച്ച അടിമയാണ് സാലിഹ് റളിയല്ലാഹു അൻഹു. ഇവരാണ് റസൂലുള്ളാഹിന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. അപ്പൊ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് മയ്യത്ത് കുളിപ്പിക്കാൻ തന്നെ. അത് ഒരു പ്രൊഫഷണൽ ടീമിനെ പുറത്തേക്ക് കൊടുത്ത് അവരെ ഏൽപ്പിച്ച് അവരവരുടേതായ രീതിയിൽ ബിദ്അത്തുകളും ഖുറാഫാത്തുകളൊക്കെ ഏർപ്പെടുത്തി കുളിപ്പിക്കുന്ന രീതിയല്ല വേണ്ടത്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു മനുഷ്യനും ഏതൊരു മയ്യത്തിനെയും ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു പേടിന്റെ ആവശ്യമില്ല. ചില ആളുകൾക്കൊക്കെ മയ്യത്ത് കുളിപ്പിക്കാൻ തടസ്സം നിൽക്കുന്നത് പേടിയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്തിനാ പേടിക്കണത്? ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവന്റെ കൂടെ ഇരുന്നിട്ടുണ്ട്, ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യനുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മൾക്ക് എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഒരു പേടിയുടെയും ആവശ്യമില്ല. അതൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വസ്വാസാണ്. ഏതൊരു മനുഷ്യന്റെ മയ്യത്ത്, നമ്മുടെ വീട്ടിലാണ് മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് നമുക്ക് തന്നെ കുളിപ്പിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മറയുണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിക്കാൻ വേണ്ടി സഹാബത്ത് മറയുണ്ടാക്കിയിട്ടുണ്ട്.
അഥവാ ഒരു മറക്കുള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം കുളിപ്പിക്കേണ്ടത് മയ്യത്തിനെ. അതിന് പല ഹിക്മത്തുകളുണ്ട്. മയ്യത്തിന്റെ ന്യൂനതകൾ ആളുകൾ കാണാൻ പാടില്ല, മയ്യത്തിന്റെ ഔറത്തുകൾ പുറത്ത് കാണാൻ പാടില്ല. ഒരു മയ്യത്തിനെ മറയുണ്ടാക്കി ഒരു കട്ടിലിൽ കിടത്തുക, അതാണ്. നിലത്തിട്ട് കുളിപ്പിക്കാൻ പാടില്ല. മയ്യത്ത് കട്ടിൽ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളിപ്പിച്ച ആൾ പോലെ കുറച്ച് ആളുകൾ മാത്രം, 4-5 ആളുകൾ മതി. എല്ലാവരും കൂടി മയ്യത്ത് കുളിപ്പിക്കാൻ കയറേണ്ടതില്ല. ഒരു റസൂലുള്ളാഹിനെ കുളിപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഫദല്, ഉസാമ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സ്വാലിഹ്, ഇങ്ങനെ 4-5 ആൾക്കാർ റസൂലുള്ളാഹിനെ കുളിപ്പിച്ചത്. അത്ര മതി ആളുകൾ, അതിനേക്കാൾ കൂടുതൽ ആവശ്യമില്ല. അത്ര ആളുകൾ അവർ നിയ്യത്തോടുകൂടി ഒരു പുണ്യകർമ്മം ചെയ്യാൻ പോവുകയാണ് എന്നത് ഈ രീതിയിലാണ് മയ്യത്ത് കുളിപ്പിക്കാൻ പോകുന്നത്. അതല്ലാതെ ഒരു പ്രത്യേകമായ ആളുകളെ ഞാനാണോ എന്റെ മയ്യത്ത് കുളിപ്പിച്ചെന്ന് പേരും പ്രശസ്തിയും കിട്ടാനില്ല. അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പോലെ പണ്ഡിതന്മാര് പറഞ്ഞത്, മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് മയ്യത്ത് ചൂടാറുന്നതിന് മുമ്പാണ്. കാരണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ചൂട് നിലനിൽക്കും. ആ ചൂട് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അവന്റെ കൈയും കാലും അങ്ങോട്ടൊക്കെ നമുക്ക് വളക്കാനും നിർത്താനൊക്കെ കഴിയും. പക്ഷെ നേരെ മറിച്ച് ആ മയ്യത്ത് തണുത്ത് കഴിഞ്ഞാൽ, അങ്ങേറ്റം തണുത്ത് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പൊ ഇന്ന് ഉച്ചക്ക് മരിച്ചു കഴിഞ്ഞാൽ നാളെ ഉച്ചക്കാണ് ആവശ്യമില്ലാതെ ദുർബിക്കാണ് മയ്യത്തിനെങ്കിൽ, നാളെ ഉച്ച അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേനും മയ്യത്ത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ മയ്യത്തിന്റെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കുന്ന സമയത്ത് അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇനി അങ്ങനെ വല്ല കാരണവശാലും ദുർബിക്കാൻ അതൊരിക്കലും പാടില്ല. മയ്യത്ത് കഫൻ ചെയ്തതിന് ശേഷം വെക്കുക, എന്ന് കഴിഞ്ഞ് കുളിപ്പിക്കാൻ എളുപ്പമുണ്ടാകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് 2 സന്ദർഭത്തിൽ മയ്യത്തിന്റെ കൈയും കാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കണം എന്നാണ്. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്നദാലിക യുസ്തഹബു ഫീ മൗദിഇൻ, 2 സന്ദർഭത്തിൽ ഇത് മുസ്തഹബാണ്. ഒന്ന് അഖിബ മൗതിഹി ഖബല ഖസ്വതിഹി വ ബറൂദതിഹി, മയ്യത്ത് മരിച്ച ഉടൻ തന്നെ, മയ്യത്ത് മരിച്ചു കഴിഞ്ഞ ഉടൻ ആ മയ്യത്ത് തണുക്കുന്നതിന് മുമ്പ് അവന്റെ കൈയും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട്, മയ്യത്തിന്റെ കൈയും കാലം ഇളക്കി കൊടുത്തിട്ട് അതൊക്കെ നേരെ നിർത്തുക. ഇത് ഒന്നാമത് ചെയ്യും. അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് കൈയും കാലൊക്കെ ഒന്ന്, കാരണം കുളിപ്പിക്കും കൈയും കാലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുട്ടുപോയി നിർത്തേണ്ടൊക്കെ വരും. ഇനി വലോഷഖദാലി, ഇനി ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ തറക്കവും അത് ഒഴിവാക്കണം. ബലം പിടിച്ചിട്ട് ഒരിക്കലും മയ്യത്തിന്റെ കൈയോ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താനോ വളക്കാനോ പാടില്ല. അങ്ങനെ ബലപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മയ്യത്തിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മയ്യത്തിന്റെ ഇട്ടിരിക്കുന്ന വസ്ത്രം അത് അഴിച്ചു വെക്കണം. പക്ഷെ അഴിച്ചു വെക്കുമ്പോൾ മയ്യത്തിന്റെ ഔറത്തൊരിക്കലും വെളിവാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ വസ്ത്രം അഴിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മയ്യത്തിന്റെ ഔറത്തിന്റെ ഭാഗത്ത് ഒരു വസ്ത്രം വെച്ചതിന് ശേഷം മാത്രമേ ശരീരത്തിലെ വസ്ത്രം അഴിക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ വേണ്ടി സഹാബത്ത് ഒരുങ്ങിയപ്പോൾ അവർ പറയുന്ന ഹദീസിൽ കാണാം, വല്ലാഹി മാ നദരി അനുജരിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുജരിദു മൗതാന, ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ വസ്ത്രം അഴിക്കണോ അതല്ല വേണ്ടയോ എനിക്ക് തർക്കമായി. കാരണം ഞങ്ങൾ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട ആളുകളെ കുളിപ്പിക്കുമ്പോൾ ഞങ്ങൾ വസ്ത്രം അഴിച്ചിട്ടാണ് കുളിപ്പിക്കുക, ഔറത്തിന്റെ ഭാഗത്ത് മാത്രം വസ്ത്രം വെച്ചിട്ടാണ് ഞങ്ങൾ കുളിപ്പിക്കാറുള്ളത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് എങ്ങനെയാണ് നിങ്ങൾ കുളിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാതിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അപ്പോൾ ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആ റസൂലുള്ളാഹിന്റെ മുറിയിലുള്ള എല്ലാവർക്കും ഒരു മയക്കം പിടിപെടുകയും അങ്ങനെ ആ റൂമിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് അശരീരി കേൾക്കുകയും, അഥവാ നിങ്ങൾ റസൂലുള്ളാഹിന്റെ വസ്ത്രം അഴിക്കേണ്ടതില്ല, ആ വസ്ത്രത്തിൽ തന്നെ റസൂലുള്ളാഹിനെ കുളിപ്പിച്ചാൽ മതി എന്നൊരു അശരീരി അവർ കേൾക്കുകയും എന്നിട്ട് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അങ്ങനെ ആ റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിൽ കുളിപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ പ്രവാചകന് ഈ ഒരു സംശയം അവർക്ക് ഉണ്ടാകാൻ കാരണം, സാധാരണ രീതിയിൽ ഒരു മുസ്ലിമിന്റെ മയ്യത്ത് കുളിപ്പിക്കൽ ആ മയ്യത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതായിരുന്നു അത് അഴിച്ചു വെച്ച് ഔറത്തിന്റെ ഭാഗത്ത് ഒരിക്കലും ഔറത്തിന്റെ ഭാഗം കാണുകയോ കൈകൊണ്ട് സ്പർശിക്കുകയോ ചെയ്യാൻ പാടില്ല. ആരായിരുന്നാലും ശരി ആ രീതിയിൽ മയ്യത്ത് കുളിപ്പിക്കണം. അതുപോലെ തന്നെ ഹദീസിൽ കാണാൻ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണ്, മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പുണ്ടെങ്കിൽ നല്ല മീശ അമിതമായി കൊണ്ട് വളർന്ന മനുഷ്യനാണെങ്കിൽ മീശ വെട്ടിക്കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, നിങ്ങൾ നിങ്ങൾ താടി വളർത്തുകയും മീശ വെട്ടുകയും ചെയ്യുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വലിയ മീശ വളർന്നിട്ടുണ്ടെങ്കിൽ ആ മയ്യത്തിന് മീശ വെട്ടിക്കൊടുക്കാം. നഖം വളർന്നിട്ടുണ്ടെങ്കിൽ ആ മയ്യത്തിന് നഖം വെട്ടിക്കൊടുക്കണം. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, വയുസ്തഹബു തഖ്ലീമുൽ അഗ്ഫാറിൽ മയ്യിത്ത് വഖസ്സു ശാരിബിഹി ലിഅന്ന ദാലിക സുന്നത്തുൻ ഫീ ഹയാതിഹി. കാരണം മീശ വെട്ടുക എന്നും നഖം വെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ജീവിതകാലത്തും ആ മനുഷ്യൻ ചെയ്യേണ്ട കർമ്മമാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും അവന് സ്വന്തം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നഖം വളർന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് നഖം വെട്ടി കൊടുക്കാവുന്നതാണ്. എന്നാൽ കക്ഷരോമത്തെയും കക്ഷത്തെയും അതുപോലെ തന്നെ ഗുഹ്യരോമത്തെയും രോമങ്ങൾ ഒരിക്കലും നീക്കം ചെയ്യേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അഥവാ
കക്ഷത്തിലെ രോമങ്ങളും അതുപോലെ തന്നെ ഗുഹ്യ ഭാഗത്തെ രോമങ്ങളും അതും നീക്കം ചെയ്യും ജീവിതകാലത്തിന് മനുഷ്യനെ സംബന്ധിച്ച് നിർബന്ധമാണ്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആളുകൾ ചെയ്യാൻ പാടില്ല എന്നതാണ് കാരണം. അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ രീതിയിൽ കുളിപ്പിക്കാൻ നമ്മൾ ആരംഭിക്കുക. അത് കഴിഞ്ഞ് മയ്യത്തിനെ കുറച്ചിങ്ങനെ ഭാഗം തല ഉയർത്തി വെക്കുക, എന്നിട്ട് വയറിൽ മെല്ലെ തലയിൽ കൊടുക്കുക. അതൊക്കെ അറിയുന്ന കാര്യം തന്നെ. വയറിൽ തടവി കൊടുക്കുമ്പോൾ അമിതമായി അഥവാ ഒരു നല്ല ഊക്കോടുകൂടി ഒരിക്കലും തടവാൻ പാടില്ല. കാരണം മയ്യത്തിനോട് ആ രീതിയിൽ തന്നെയുള്ള അദബുകളും മര്യാദകളും ഒക്കെ നമ്മൾ കാണിക്കണം. എനിക്ക് ജീവല്ല, സംസാരിക്കാൻ കഴിയില്ല, നമ്മളോട് മെല്ലെ തടവ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ആ മനുഷ്യനോട് ഒരു മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും മയ്യത്തിനോട് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ആ മയ്യത്ത് ഗർഭിണിയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും തടവാൻ പാടില്ല. കാരണം ഒരു പക്ഷെ ആ ഗർഭം പുറത്തേക്ക് വന്നേക്കാം. കാരണം മനുഷ്യന്റെ മരണത്തോടുകൂടി അവന്റെ ശരീരത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും ഒഴിഞ്ഞു പോകാൻ. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ ഒരു മയ്യത്താണ് കുളിപ്പിക്കാനിരിക്കുന്നതെങ്കിൽ ആ ഗർഭിണിയുടെ വയറ്റിൽ ഒരിക്കലും തടവിക്കൊടുക്കരുത് എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ തടവിക്കൊടുക്കുമ്പോൾ കുറച്ച് ചെരുത്തി തടവിക്കൊടുക്കുമ്പോൾ വയറ്റിലുള്ള മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരാൾ ഇടത്തെ കയ്യിൽ തുണി കെട്ടിയിട്ട് ആ മാലിന്യങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ കഴുകിക്കൊടുക്കണം. ഒരിക്കലും തന്റെ നഗ്നമായ കൈകൾ കൊണ്ട് ഗുഹ്യഭാഗം സ്പർശിക്കാൻ പാടില്ല. ആ ഗുഹ്യഭാഗത്തേക്ക് നോക്കാനും പാടില്ല. വെള്ളം ധാരാളമായി കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ആ മയ്യത്തിന് ആ ഗുഹ്യഭാഗത്തുള്ള വൃത്തികേടുകളൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് അവനെ കുളിപ്പിക്കാൻ ആരംഭിക്കേണ്ടത്. അതേപോലെ തന്നെ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ ഒക്കെ പറഞ്ഞ കാര്യമാണ്, കുളിപ്പിക്കുന്ന ആളുകൾ കയ്യുറ ധരിക്കൽ കുറച്ചുകൂടി നല്ലതാണെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് കുളിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൈകൊണ്ടല്ല, ശരീരത്തിൽ കൈകൊണ്ട് വെച്ചിട്ടില്ല. ആ റസൂലുള്ളാഹിന്റെ കുപ്പായത്തിന്റെ മുകളിലൂടെ അവർ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ശരീരത്തിൽ വരക്കാൻ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കൈകൊണ്ട് ഉരച്ച് നിൽക്കാൻ നല്ലൊരു ഗ്ലൗസോ അല്ലെങ്കിൽ കയ്യുറൊക്കെ ധരിച്ചിട്ട്, അത് മയ്യത്തിനൊരു പ്രയാസകരമാകാത്ത രീതിയിൽ ഇന്ന് വാങ്ങാൻ കിട്ടും, മയ്യത്തിന്റെ അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ കിട്ടാറുണ്ട്. ആ രീതിയിൽ ഗ്ലൗസുകൾ ധരിച്ചിട്ടാണ് നമ്മൾ കുളിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ആദ്യമായി മയ്യത്തിന് ഉദു ചെയ്ത് കൊടുക്കണം. ആ ഉദു ചെയ്ത് കൊടുക്കുമ്പോൾ ഉദുവിന്റെ നിയ്യത്ത് കുളിപ്പിക്കുന്നവനാണ് വെക്കേണ്ടത്. അഥവാ ആരാണ് ഉദു ചെയ്ത് കൊടുക്കുന്നത് അയാളാണ് ഉദുവിന്റെയും കുളിയുടെയും നിയ്യത്ത് വെക്കേണ്ടത്. അവൻ മനസ്സിൽ കരുതാണ്. അഥവാ അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ഉദുവിന്റെ അവയവങ്ങൾ ആദ്യം കഴുകിക്കൊടുത്ത് പിന്നീട് വായിൽ വെള്ളം കയറ്റിച്ച് ഇതിന്റെ മുമ്പായിക്കൊണ്ട് ഒരു ചെറിയ ശീലക്കഷ്ണം എടുത്ത് ഒരു വിരലിൽ ചുറ്റി അവന്റെ മയ്യത്തിന്റെ പല്ല് വെല്ലം തേച്ചു കൊടുക്കുക. എന്നിട്ട് മൂക്കിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റരുത്. മൂക്കിൽ കുറച്ച് വെള്ളം നനക്കുന്ന രീതിയിൽ മാത്രം നടത്താം. മൂക്കിന്റെ ഉള്ളിലേക്ക് വായിനുള്ളിലേക്ക് വെള്ളം കയറാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. വായ് നല്ലോണം അടച്ചു പൂട്ടിയിട്ടാണ് കുളിപ്പിക്കേണ്ടത്. വായ തുറന്നിരിക്കാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ ഒരു പ്രാവശ്യവും നമ്മൾ ആദ്യം ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന ഒപ്പം കൂടി സഹായിച്ചാൽ പിന്നെ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമാണ്. ഓരോ അവയവങ്ങളും ഉദുവിന്റെ അവയവങ്ങൾ ചെയ്ത് കഴുകി കൊടുക്കുക. അതേപോലെ തന്നെ അവസാനമായി ഉദുവിന്റെ കാൽഭാഗം കാല് കഴുകി കൊടുക്കുക. അങ്ങനെ ഉദു എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ മയ്യത്തിനെ കുളിപ്പിക്കാം. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ വലത് ഭാഗത്തിൽ നിന്നാണ് കുളിപ്പിക്കാൻ ആരംഭിക്കേണ്ടത്. അഥവാ ഇടത് ഭാഗത്തേക്ക് ചിരിച്ച് കിടത്തിയിട്ട് വലത് ഭാഗത്തിലേക്ക് നമ്മൾ വെള്ളം പാർന്ന് തല മുതൽ കാല് വരെ പാർന്ന് തലഭാഗത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് അവസാനം കാല് വരേക്ക് നമ്മൾ ഉരച്ച് ശരിക്ക് കഴുകി എന്നിട്ട് വീണ്ടും അതിന് മയ്യത്തിനെ തിരിച്ചു കിടത്തി അങ്ങനെ മയ്യത്ത് നമുക്ക് കുളിപ്പിക്കാവുന്നതാണ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ മയ്യത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കിടത്തുമ്പോഴൊക്കെ വളരെ ഒരു ലോലമായ രീതിയിലായിരിക്കണം നമ്മൾ മയ്യത്തിനോട് ഇടപെടേണ്ടത്. അതല്ലാതെ ഒരു പരിക്ക സ്വഭാവത്തിന് ഒരിക്കലും അതുണ്ടാകരുത്. അതുപോലെ തന്നെ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ 3, 7, 9 അല്ലെങ്കിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ 5 ഈ രീതിയിൽ വെള്ളം മൊത്തത്തിൽ ശരീരത്തിൽ ഒഴിക്കുകയും അവസാനം സുഗന്ധപൂരിതമായ കർപ്പൂരകം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുഗന്ധം കൊണ്ടൊക്കെ നമുക്ക് മയ്യത്തിന്റെ ശരീരത്തിൽ ഒഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് ഇതോടുകൂടി കുളിപ്പിക്കൽ കഴിഞ്ഞ് ഇത്ര തന്നെ ഉള്ളൂ. ആ കുളിപ്പിക്കൽ കഴിഞ്ഞ് മയ്യത്തിന് തോർത്തി കൊടുക്കുക. പുരുഷനാണെങ്കിൽ മുടി ചീകി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതുപോലെ തന്നെ കാണാൻ കഴിയും. സ്ത്രീകളാണെങ്കിൽ അവർക്ക് മുടി മെടഞ്ഞിട്ട് കൊടുക്കണം. 3 രീതിയിലായിട്ട് 3 കെട്ടുകളായി ഈ 2 ഭാഗത്തു നിന്നും മുടിയെടുത്തും ഒരു നടുഭാഗത്തു നിന്നും മുടിയെടുത്തും കർണൈഹിമ വനാസിയത്തിഹ അവിടെ നാസിക് എന്ന് പറഞ്ഞ മുൻഭാഗത്തു നിന്ന് മുടിയെടുത്ത് മുടഞ്ഞ് ബാക്കിലേക്ക് ഇടുക. അതുപോലെ തന്നെ 2 ഭാഗത്തു നിന്ന് മുടി മുടഞ്ഞിട്ട് ബാക്കിലേക്ക് ഇടുക. ഇങ്ങനെ 3 മുടി 3 ആയിക്കൊണ്ട് മുടഞ്ഞിട്ടാണ് സ്ത്രീകളുടേത് ബാക്കിലേക്ക് വെക്കേണ്ടത്. ഇത്രയും കഴിഞ്ഞാൽ എന്നിട്ട് സാവധാനം മയ്യത്തിന്റെ ശരീരത്തിൽ വെള്ളം മുപ്പിയെടുക്കുക. ഇങ്ങനെ കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ആ മനുഷ്യനെ കഫൻ ചെയ്യാൻ കൊണ്ടുപോകാവുന്നതാണ്.
അപ്പൊ ഈ ഒരു രീതി ഏതൊരു മനുഷ്യനും ചെയ്യാവുന്നതാണ്. ഇത് പേടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരാള് പ്രത്യേകമായിക്കൊണ്ട് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഗർഭിണികളായ ആളുകൾ, പ്രായം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാറുണ്ട്. ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ട രീതിയും ഇതുപോലെ തന്നെയാണ്. ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് 4 മാസത്തിന് മുമ്പുള്ള കുഞ്ഞാണ്. അഥവാ 1-2 മാസങ്ങൾ മാത്രം വയറ്റിൽ നിന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മരണപ്പെടുകയോ അതല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കുകയോ ചെയ്യേണ്ടി വരുന്ന അങ്ങനെ മരണപ്പെടുകയോ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ പ്രത്യേകമായി കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ കഫൻ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് ഒരു തുണിക്കഷ്ണത്തിൽ കെട്ടി നമുക്ക് എവിടെയെങ്കിലും മറമാടാകുന്നത് പള്ളി ഖബർസ്ഥാനിൽ തന്നെ ആവണമെന്നില്ല. കാരണം ഒരു മനുഷ്യന്റെ മയ്യത്ത് എന്നത് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയില്ല എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 4 മാസം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷവുമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ 5-6 മാസം കഴിഞ്ഞ് കുഞ്ഞ് മരിച്ച് ചാപ്പള്ളി ആയിക്കൊണ്ട് പ്രസവിക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാകും. ആ കുട്ടികളോട് സാധാരണ ഒരു മനുഷ്യനോട് ചെയ്യുന്നത് പോലെയുള്ള എല്ലാ കർമ്മങ്ങളും ആ കുട്ടിക്കും ബാധകം. ആ കുട്ടിയെ കുളിപ്പിക്കണം, ആ കുട്ടിക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കണം. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെ മറമാടുന്ന ആ ഖബർസ്ഥാനത്ത് തന്നെ ആ കുഞ്ഞിനെ മറമാടുകയും ചെയ്യണം. എന്നൊരു ഹദീസിൽ കാണാം, അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ റഹ്മത്തിനും അതുപോലെ തന്നെ മഗ്ഫിറത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം എന്ന്. അത് മാത്രം പോരാ, 4 മാസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് മരണപ്പെടുന്നതെങ്കിൽ ആ കുഞ്ഞിന് മാതാപിതാക്കൾ പേര് വിളിക്കണമെന്നാണ്. അപ്പൊ ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ആ കുഞ്ഞിന് നമ്മൾ പേര് കൊടുക്കുകയും ആ പേര് വെച്ച് ആ കുട്ടിയുടെ പേര് നമ്മൾ അക്കയ്ക്ക് ഇറക്കുകയും വേണം എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചു. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയും. കാരണം ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ അതൊരു കുഞ്ഞായി റൂഹ് രൂപപ്പെട്ട് അതൊരു കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ ഹുക്കം ആ കുഞ്ഞിന് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ആൾക്ക് ജനിച്ച കുഞ്ഞു പോലെ തന്നെയാണ് ആ കുട്ടിയെ നമ്മൾ സ്വീകരിക്കണം, പേര് വെക്കണം, ആ കുഞ്ഞിന് വേണ്ടി അക്കയ്ക്ക് ഇറക്കണം. ഇതൊക്കെ ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ കണ്ടെത്തി വിശദീകരിച്ച കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് കുളിക്കൽ വളരെ പ്രബലമായ സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിച്ചൊരു മനുഷ്യൻ കുളിക്കുക എന്നുള്ളതും മയ്യത്ത് ചുമന്നൊരു മനുഷ്യൻ വുദു എടുക്കുകയും ചെയ്യുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന വളരെ പ്രബലമായ സുന്നത്ത്, നിർബന്ധമല്ല. പ്രവാചകൻ പറഞ്ഞു, മൻ ഗസ്സലൽ മയ്യിത ഫല്യഗ്തസിൽ വമൻ ഹമലഹു ഫല്യതവദ്ദ. നിങ്ങളൊരു മനുഷ്യൻ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുളിക്കട്ടെ. എന്നാൽ അതേപോലെ തന്നെ അവൻ ഒരു മനുഷ്യൻ മയ്യത്ത് ചുമന്നിട്ടുണ്ടെങ്കിൽ അവൻ വുദു എടുക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഇത് ഒരു കൽപ്പനാക്രിയയാണെങ്കിലും അത് നിർബന്ധമില്ല എന്നതിൽ വേറെ ചില ഹദീസുകൾ മനസ്സിലാക്കാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഗസ്സുൽ മയ്യിത് ഫമിന്നാ മൻ യഗ്തസിൽ വമിന്നാ മൻ ലം യഗ്തസിൽ. ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാറുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ കുളിപ്പിക്കാറുണ്ട്. അവർ ചില ആളുകൾ ആ കുളിപ്പിച്ചതിന്റെ പേരിൽ കുളിക്കാറുണ്ട്, ചില ആളുകൾ കുളിക്കാറില്ല. റസൂലുള്ളാഹിന്റെ സഹാബത്ത്. അപ്പൊ നിർബന്ധമായ രീതിയിലല്ല റസൂലുള്ളാഹിന്റെ കൽപ്പന, അത് ചെയ്യാൻ നല്ല കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അതിന്റെ ഹിക്മത്ത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചു. വല്ലാഹു അലം. അഥവാ ഒരു മനുഷ്യൻ മയ്യത്ത് കുളിപ്പിച്ചു കഴിയുമ്പോൾ ആ മയ്യത്തിനെ കുറെ നേരം കാണുകയും ആ മയ്യത്തിന്റെ സംബന്ധിച്ചുള്ള ഒരു വേദനയും ഒക്കെ മനസ്സിൽ ഒരു തളം കെട്ടി നിൽക്കുന്ന അവസ്ഥ പൊതുവെ ഉണ്ടാകാറുണ്ട്. നേരെ മറിച്ച് ആ ഒരു രീതിയോട് വേണം നിസ്കരിക്കാൻ പോയേക്കാൾ നല്ലത്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കുറച്ചൊരു മനുഷ്യനൊരു മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷം കിട്ടാൻ അത് നല്ലതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുളിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഒരാളെ അല്ലെങ്കിൽ തിരയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ ആര് മരിച്ചാലും അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ധൈര്യസമേതം നമ്മൾ കുളിപ്പിക്കുക. ഒരു വട്ടം കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേടി ഉണ്ടാവില്ല. നമ്മളത് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ, നമ്മുടെ പള്ളിയുടെ കളക്ഷൻ ഉള്ള ദിവസമാണ്. എല്ലാ ആളുകളും കാര്യമായി സഹകരിക്കണം. കഴിഞ്ഞ ആഴ്ച അൽഹംദുലില്ലാഹ്
വളരെ നല്ല രീതിയിൽ തന്നെ പിന്നെ നമ്മൾ പ്രോഫ്കോ നടക്കുന്ന സ്ഥലത്തുള്ള പള്ളിക്ക് കലക്ഷൻ നല്ല രീതിയിൽ കിട്ടി. അതേപോലെ തന്നെ എല്ലാ ആളുകളും സഹകരിക്കണം എന്ന് ഉറപ്പുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.